നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഞാൻ തിരുച്ചിക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് തിരുച്ചിയിലിരുന്ന് ഒരു ഹോട്ടലിൽ ഇരുന്നാണ്. രാവിലെ ശ്രീരംഗനാഥൻ ക്ഷേത്രത്തിൽ ചെന്ന് വന്നിരിക്കുന്നു. ശ്രീരംഗനാഥൻ്റെ ദയവിൽ മാർക്കറ്റ് ഇന്ന് 54 പോയിന്റ് അപ്പിലിരിക്കുന്നു. 54, 57 എന്ന് ഇരിക്കുന്നു. സെൻസെക്സ് വന്നിട്ട് 100 പോയിന്റ് അപ്പിലാണ് ഇരിക്കുന്നു. വലുതായിട്ട് മാർക്കറ്റിൽ ഏതൊരു റിക്കവറിയും കാണാൻ പറ്റുന്നില്ല. അടിച്ചടിയിലിരുന്ന് മാർക്കറ്റ് ഇന്നും എഴുന്ന് വന്നില്ല. ഇൻഫോസിസും 1.25% ഡൗണിലാണ് ഇരുന്നു. ടെക് മഹേന്ദ്ര 1% ഡൗണ്. ഇന്ന് നമുക്ക് ഒരു നല്ല ന്യൂസ് എന്തിന് നോക്കുവാണെങ്കിൽ നാറ്റ്കോയാണ്. നാറ്റ്കോ വന്നിട്ട് 10.5% വരയ്ക്കും അപ്പിലിരുന്നു. 932 വരയ്ക്കും മുകളിൽ പോയായിരുന്നു. ഇപ്പോൾ 898ലാണ് ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് 898 ഇരിക്കുന്നു എന്ന് നോക്കാം. അടുത്ത ഗുഡ് ന്യൂസ് ആയിട്ട് തങ്കമയിൽ 4.5% കയറിയിരിക്കുന്നു. തങ്കമയിൽ 4.5% കയറിയിരിക്കുന്നു. ടൈറ്റനും ഡെഫിനറ്റായി കയറിയിരിക്കും. ടൈറ്റനും തങ്കമയിലും എന്തുകൊണ്ട് കയറിയിരിക്കുന്നു എന്ന് നോക്കാം. കല്യാൺ ജുവലേഴ്സും 2.5% കയറിയിരിക്കുന്നു. ഓവറാണെന്ന് നോക്കുമ്പോൾ ഗോൾഡ് ജുവലേഴ്സും കയറിയിരിക്കുന്നു. മുത്തൂട്ട് ഇന്നും ചരക്ക് മരത്തിലിരുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 2% താഴെ മുത്തൂട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നുള്ള മുഖ്യ വാർത്തകൾ. ഇതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം സ്വർണം വന്നിട്ട് 14,440 ഇരിക്കുന്നു. ഈവനിങ് ആകുന്ന സമയം കയറുന്നു, രാവിലെ കുറയുന്നു. ഞാൻ 14,400 അകത്ത് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു അവിടെ തന്നെ ഇരിക്കുന്നു. നമുക്ക് വലിയ ഫാളുമില്ല, റൈസുമില്ല. ഒവ്വൊരു ദിവസം നഹരുമ്പോൾ നമ്മളെ ബേസ് ഇന്നും സ്ട്രോങ്ങർ ആയിട്ട് റെഡി ആയിട്ട് കൊണ്ടിരിക്കുന്നു. തിരികെ നമ്മൾ അമേരിക്കൻ എക്കോണമിയെ നോക്കി തന്നെ പറയാൻ പറ്റും. റേറ്റ് കട്ട് ഇരിക്കുമോ, റേറ്റ് കട്ട് ഇരിക്കത്തില്ല എന്ന്. റേറ്റ് കട്ട് ഇരിക്കുമെങ്കിൽ തന്നെ ഗോൾഡ് കയറും. റേറ്റ് കട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഗോൾഡ് ഇറങ്ങും. ഈ കൊല്ലത്തിൽ ഇന്നും 2 റേറ്റ് കട്ട് വരും എന്ന് പറയുന്നു. ഈ വർഷത്തിൽ റേറ്റ് കട്ട് 2 വന്നെങ്കിൽ സ്വർണത്തിൻ്റെ വില കൂടും, അല്ലെങ്കിൽ സ്വർണം വന്ന് കയറത്തില്ല. ട്രംപ് ഭാഗവാദർ ഇപ്പം ബൽക്കി അടിച്ചിരിക്കുന്നു. അമേരിക്കയിൽ ബൽക്കി അടിച്ചു. ഇപ്പം ഈ മെറ്റൽസ്, അലുമിനിയം ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇട്ടിരുന്ന ടാരിഫിന് ഖത്തം ചെയ്തു എന്ന് പറയുന്നു. സെനറ്റിലും ഹൗസിലും ഉടയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. ടാരിഫ് ഇടുകയാണെങ്കിൽ മെറ്റൽസ് ഒക്കെ അൺപ്രോഫിറ്റബിൾ ആയിരിക്കുന്നു. ഇത് കാരണം മെറ്റലിൻ്റെ മുകളിലിരുന്ന ടാരിഫിന് അവർ തീർത്തു. ഇവിടെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ട സമയം കൊണ്ട് ടാരിഫ് ബാരിയറൊക്കെ താഴെ വീഴും എന്നാണ് തോന്നുന്നു. എങ്ങനെയും സുപ്രീം കോർട്ടാണ് ഡിസിഷൻ പറയേണ്ടത്. അതുവരെയ്ക്ക് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഇതാണ് അമേരിക്ക ടാരിഫ് ന്യൂസ്. അതേസമയം ഇന്ന് ഡോളർ വീക്കായി 90.17 ഇന്ന് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്നുള്ള ബ്രോഡ് പിക്ചർ. അതായത് മാർക്കറ്റ് ഇരിക്കുന്ന നിലവാരം. IT സ്റ്റോക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. Q3 TCS, ഇൻഫോസിസ്, വിപ്രോ കൺസിഡർ ചെയ്യാം. ഇന്നും കുറച്ച് വിളുവാണെങ്കിൽ കൺസിഡർ ചെയ്യാം. വളരെ വിലണം താഴെ 9% മേലെ വിളുവാണെങ്കിൽ നോക്കാം. HCL ഇപ്പോൾ 24 ടൈംസ് ഏർണിങ്സിൽ ഇരിക്കുന്നു. 20 താഴെ പോയാൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മളിപ്പോൾ അതിനെ നോക്കണ്ട ആണ് ഇന്നുള്ള ടെക് ന്യൂസ്. IT-യെ കണ്ടുള്ള ഒരു പേടിയിൽ ടെക് ഇന്നും വിളാൻ്റെ ചാൻസ് വളരെ കൂടുതലുണ്ട്. ഇതാണ് ഇന്ന് മെയിൻ ടെക്കിനെ കുറിച്ചുള്ള ന്യൂസ്. ഇപ്പോൾ നമ്മൾ ഫാർമയെക്കുറിച്ച് സംസാരിക്കാം. സെൻട്രൽ ഡ്രഗ് അതോറിറ്റി ഇന്ത്യയിൽ ഇരിക്കുന്നവർ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ നാറ്റ്കോ ഇസ് എ ഗുഡ് ബോയ്. ഇന്ന് സെമി ഗ്ലൂട്ടൈഡ് അവർ വന്നിട്ട് മാർക്കറ്റിൽ വിൽക്കാം. എത്രയും ചോദിച്ചാലും പ്രശ്നമില്ല, നീ വിറ്റോ. CVSOയിൽ നിന്ന് ഈ പെർമിഷൻ എത്തിയ ഉടനെ നാറ്റ്കോ സ്റ്റഡിയായിട്ട് ഒരു 10% കയറി ടോപ്പിൽ നിൽക്കുന്നു. ഇപ്പോൾ 8% ഇരിക്കുന്നു. ആ പീക്കിൽ 930 വരയ്ക്കും പോയി. നമ്മളെ മാർക്കറ്റ് ഒരു വിചിത്രമായുള്ള മാർക്കറ്റാണ്. ഇനി അവൻ സെമി ഗ്ലൂട്ടൈഡ് ചെയ്തു വിറ്റ് കാശ് പോക്കറ്റ് ഇട്ടതിന് ശേഷമാണ് പ്രോഫിറ്റ്. അതിനു മുമ്പേ തന്നെ ഇവിടെ 10% കയറ്റിയിരിക്കുന്നു. ഇനിമേ മാർക്കറ്റിൽ ഹൈലി അണ്ടർ വാല്യൂഡ് ആയിരുന്ന സ്റ്റോക്കിന് നമ്മൾ കറക്റ്റാக പിടിച്ച കാരണം നമുക്ക് നല്ലൊരു ഗ്രിപ്പ് കിട്ടി. ഇതാണ് നാറ്റ്കോയുടെ കഥ. ഡോക്ടർ റെഡ്ഡി എന്ത് പറയുന്നു വെച്ചാൽ ഞാനും തന്നെ കോർട്ടിൽ അപ്പീൽസൊക്കെ ഇട്ടിരിക്കുന്നു. അതിനും അപ്പീൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. എനിക്കും കൂടെ പെർമിഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഡോക്ടർ റെഡ്ഡിക്ക് പെർമിഷൻ കിട്ടേണ്ട സാധ്യത ഉണ്ട്. റെഡ്ഡിയും ഇറക്കും. എല്ലിലില്ലി ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് പറയുന്നു എന്നാൽ അമേരിക്കയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടാബ്ലറ്റ് അതിനെ കഴിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് 26,000 പ്രിസ്ക്രിപ്ഷൻ വാങ്ങി നോ വൺ ഓർഡേഴ്സ് കിട്ടതുപോലെ ഞാനും ഇടും. $550 million വർത്ത് ഓഫ് മാത്രമേ റെഡി ചെയ്ത് വച്ചിരിക്കുന്നു. അമേരിക്കയും ലോകത്തിലിരിക്കുന്ന വലിയ വലിയ മാർക്കറ്റിലും അതിനെ ഇറക്കി. ഇതിൻ്റെ കാശായിട്ട് സമ്പാദിക്കുമെന്ന് എല്ലിലില്ലി വർക്കപ്പെടുത്തിയിരിക്കുന്നു. എല്ലിലില്ലി വളരെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് അതിനെ നോക്കിയിരിക്കാൻ തന്നെ പറ്റും. ഇത് കാരണം എല്ലിലില്ലി പുറക്കെ പോകാതെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പറന്നു പോണതാണ് ബെറ്റർ.
ഇതാണ് ഇന്നുള്ള ഇന്റർനാഷണൽ മാർക്കറ്റിന്റെ ന്യൂസ്. ഇപ്പോൾ നോൺ റിസ്കിന് അടിച്ചു വച്ചിരിക്കുന്നു. 1, 2 കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇഷ്യൂ ഇരിക്കത്തില്ല. ഇത് വന്നിട്ട് മാർക്കറ്റിൽ സെമി ഗ്ലൂറ്റേഡിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ നാറ്റ്കോയ്ക്ക് ഓൾറെഡി പെർമിഷൻ കിട്ടിയായിരുന്നു. ഡോക്ടർ റെഡ്ഡിക്കും പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ അടുത്ത ന്യൂസ് വന്നിട്ട് EV മോട്ടോഴ്സിനെ കുറിച്ചാണ്. ഇലക്ട്രിക് മോട്ടോഴ്സ് വെഹിക്കിളിനെ കുറിച്ചെല്ലാം നിങ്ങളുടെ അടുത്ത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലെഗസി പ്ലേയേഴ്സ് റെഡി ചെയ്യുന്നത് പോലെ ആരെ കൊണ്ടും റെഡി ചെയ്യാൻ പറ്റൂല. ലെഗസി പ്ലെയറൊക്കെ ഈ ഓല സോല ഏത്തറിനൊക്കെ ഗാലി ചെയ്യും, അവരൊക്കെ ഔട്ടാവും. പക്ഷേ ഈ ഓല സോലയും ആംപിയറും ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റൂല. അത് അവർ ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തത്രയ്ക്കും മറ്റവരൊക്കെ ഇവരെടുത്ത ഡിസ്റ്റൻസിൽ പോകും. ഇത്ര എന്തുകൊണ്ട് രക്ഷപ്പെടുന്നു എന്നാൽ ഒരേ ഒരു റീസൺ ആണ്, ഹീസ് എ പാർട്ട് ഓഫ് ഹീറോ ഫാമിലി. ഹീറോ വന്നിട്ട് ഒരു 40% സ്റ്റേക്ക് വെച്ചിരിക്കുന്നു. ഒരു 10% വാങ്ങി സബ്സിഡറി ആക്കിയാൽ ശരിയായി പോകും. ഇത് കാരണം ഏത്തറിനും ഇവർക്കും ഇത്രയാണ് വ്യത്യാസം. ഇപ്പോൾ എന്ത് പറയുന്നു എന്നാൽ TVSഉം ബജാജും ചേർന്ന് 10% മുകളിലും പോയാ പോട്ടെന്ന് പറഞ്ഞ് ഹീറോയിൻ എടുത്തുകൊണ്ടുവന്നു. 3 പ്ലെയറും ചേർത്ത് ഇപ്പോൾ 60% മാർക്കറ്റിനെ പിടിച്ചിരിച്ചിരിക്കുന്നു. ഏത്തർ ഹീറോയിൻ്റെതാണ്. ഏത്തറിനെ ഇങ്ങോട്ട് ചേക്കുവാണെങ്കിൽ 75% മാർക്കറ്റിനെ അവർ പിടിച്ചിരിക്കുന്നു. പോലെയുടെ ഗതി അധോഗതിയാണ്, വലുതായിട്ട് ഊതാണ്ടത് തന്നെ. വിശ്വസിച്ച് സ്റ്റോക്ക് വാങ്ങിയവർക്കും സെബീനെ വിശ്വസിച്ചും സ്റ്റാർട്ടപ്പ് ഇന്ത്യന് വിശ്വസിച്ച് സ്റ്റോക്ക് വാങ്ങിയവർക്കൊക്കെ അധോഗതിയാണ്. ഗോവിന്ദ തന്നെ. ഇത് കാരണം അവരുടെ ഗതിയും ദമാലാണ്, സ്റ്റോക്കിൻ്റെ ഗതിയും ദമാലാണ്. സോ ഓല ഇന്നും വിളും. ഇന്ന് വിളുന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം തീർച്ചയായിട്ടും വിളും. ഈ സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ ഫോളോ ക്യാച്ച് ഇഫ് അഗെയിൻ എന്നവർക്ക് പാടായിരിക്കുന്നു. അതുപോലെ തന്നെ ക്യാച്ച് മീ ഇഫ് യു ക്യാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും എങ്ങനെയെങ്കിലും ഈ സ്റ്റോക്ക് മുകളിൽ പോകണം എന്ന് വിചാരിക്കുമ്പോൾ ഇലക്സാൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗോൾഡൻ പാരഷൂട്ടിൽ ഇറങ്ങി ജമ്പ് അടിച്ച് പുതു സ്റ്റാർട്ടപ്പ് ഒന്ന് തുടങ്ങിയിരിക്കുന്നു. ഇതിനെ നമ്മൾ ഫ്രണ്ട് ദിൻസ നോക്കിയിരിക്കും. അതായത് ബിൻസ ക്യാരയും എന്നെങ്കിലും ഒരു ദിവസം ലാഭമാകുവാണെങ്കിൽ തിരികെ വരാം എന്ന് പറഞ്ഞ് ജമ്പ് അടിച്ചിരിക്കുന്നു. ഈ സമയം കൊണ്ട് ഫുഡ് ബിസിനസ് മാക്സിമം ചെയ്തിരിക്കുന്നു. ഈ ഫ്രീ ആയിട്ട് സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന ബിസിനസ്സും വളരെ ഓടത്തില്ല. റിയാലിറ്റി എപ്പോൾ തൊടുന്നോ അതാണ് നല്ലത്. JSW മോട്ടോഴ്സ് എന്ത് പറയുന്നു എന്നാൽ ചൈനയിലൊപ്പം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇരിക്കുന്നു. കാരണം JSW MG എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യയിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യയുടെ അടുത്തിരുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങി ഞങ്ങൾ വലുതാക്കും എന്ന് പറയുന്നു. നിങ്ങളടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർ ചെയ്യണത് അത്ര ഈസി ഇല്ല. ഇവരെ കൊണ്ട് ഒരു 2 വീലറേ ചെയ്യാൻ പറ്റിയില്ലാണ്. ആറൊക്കെ ചെയ്യണത് അത്രയും എളുപ്പമില്ല. ഈസി എങ്കിലും ഒരുപാട് ആൾക്കാർ കോപ്പി അടിച്ചിരിക്കും. ബജാജ് ഒക്കെ കോപ്പി അടിച്ച് ഇപ്പം തന്നെ അവർ വലിയ ആളായിരിക്കും. ഇത് കാശിന് കഴിക്കേണ്ട ഒരു വലിയ വഴിയാണ്. അപ്പോൾ ഈ MG മോട്ടോഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ഓടാമേ അല്ലാതെ ASW എന്ന കമ്പനി മാനുഫാക്ചർ ചെയ്ത് ഇത് സ്റ്റോക്ക് ചെയ്യുമെന്നൊരു വിശ്വാസം എനിക്കില്ല. ASW MG മോട്ടോഴ്സിൽ ഇഷ്യൂ എന്തെങ്കിലും വരുവാണെങ്കിൽ വെൽ ലെഫ്റ്റ് ചെയ്തോ. സമയം കൊണ്ട് ഏത് കാശും അത് ഉണ്ടാക്കാൻ പോണതില്ല ആ കമ്പനി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ത് പറയുന്നു എന്നാൽ ഞങ്ങളെ റിസൾട്ട്സ് ഒക്കെ നോക്കിയായിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. PR ശേഷാദ്രി പോയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ മാനേജ് ചെയ്തോളും. മെയിൻലി എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ബാങ്ക് ഡെപ്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടേ വരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എംപ്ലോയെ കണ്ടായിരുന്നു റീസെൻ്റ് തിരുച്ചിയിൽ. ഞാൻ ചോദിച്ചായിരുന്നു എന്താണ് PR ശേഷാദ്രി ഓടിപ്പോകുന്നു എന്ന്. അപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഞങ്ങളാണ് പ്രോബ്ലം എന്ന്. യൂണിയൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തായിരുന്നു, അതാണ് ഓടിപ്പോയത്. അടുത്ത ആളിനെ പിടിച്ചിരിക്കുന്നു മാനേജ്മെൻറ്റ്. അതുവരയ്ക്കും ക്ഷമയോടെ ഇരിക്കണം. ഒരുമാതിരി എല്ലാത്തിനെയും ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇത് കാരണം ഇതുവരയ്ക്കും സേഫായിരിക്കുന്നു. ഇന്നും 2 വർഷം വിട്ടിരിക്കുവാണെങ്കിൽ എല്ലാം ശരി ചെയ്ത് ഗ്ലോബൽ ബാങ്ക് ആക്കിയിരിക്കും. പക്ഷേ അവർ ഇന്ത്യ മലയാളി കാച്ച്മെൻറ്റ് ഏരിയ വിട്ടുകൊണ്ട് അക്കൗണ്ട് തുറക്കുന്നതെന്ന് പറഞ്ഞത് ഞങ്ങൾ സമ്മതിച്ചില്ലായിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ സ്റ്റാഫൊക്കെ വന്നിട്ട് ലെഗസി സ്റ്റാഫിനൊക്കെ എടുത്തിട്ട് സ്ട്രൈറ്റ് ആയി ഇപ്പോൾ പൈലി ക്ലയൻറ്റ് പിടിച്ചിട്ട് വാ എന്ന് പറഞ്ഞിരിക്കുന്നു. ടെക്നോളജി ഇപ്പോൾ ഡെവലപ്പ് ആയിട്ടുണ്ട്. ടെക്നോളജി വെച്ച് തന്നെ ഞങ്ങൾ മറ്റു കാര്യങ്ങൾ നടത്താം. ഞങ്ങൾ ക്ലയൻറ്റിനൊക്കെ നോക്കിയോളാം, നിങ്ങൾ വളരെ ടെൻഷൻ ആവണ്ടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ ഇല്ലയോ, മാർക്കറ്റിൽ ഇന്ന് അവരെ വില കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ മുത്തൂട്ട് വിളുന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് മുത്തൂട്ട് വിളാം വിശേഷമായിട്ട് ഒന്നുമില്ല. മണപ്പുറം ഇന്ന് 100 രൂപയിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. 0.25% ഇറങ്ങിയിട്ടുണ്ട്. എന്ത് ന്യൂസും വന്നിരിക്കുന്നത് എന്നാൽ വളരെ സന്തോഷമുള്ള ന്യൂസാണ്. ബെയിൻ ക്യാപിറ്റലിന് അപ്രൂവൽ കിട്ടിയിരിക്കുന്നു. 41.7% പോകും മാസത്തലത്തിന്. 25% അവരിപ്പോൾ ഓപ്പൺ ഓഫർ വിടും. പക്ഷേ ഓപ്പൺ ഓഫർ ഈ റേറ്റിൽ വിടത്തില്ല, 234 വിടും. ആരും 300 രൂപ സ്റ്റോക്കിന് 236 രൂപയ്ക്ക് തരത്തില്ല. സോ ബെയിൻ ക്യാപിറ്റൽ വന്ന് ക്യാഷ് ഇൻഫ്യൂസ് ചെയ്ത് പ്രൊമോട്ടർ ആയിരിക്കുന്നു. അവരുടെ പെർഫോമൻസ് ഇതിൽ ഇമ്പ്രൂവ് ആവും.
ക്വാളിറ്റി ഓഫ് മാനേജ്മെൻറ്റ് വരണതും ഇമ്പ്രൂവ് ആവും. മണപ്പുറത്തിനെ കുറിച്ച് വിഷമിക്കേണ്ട, പെട്ടെന്ന് കയറും. ഇനി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മണപ്പുറവും മുത്തൂട്ടും വിൽ കണ്ടിന്യൂലി ഡോമിനേറ്റ് ദി ഗോൾഡ് ലോൺ ബിസിനസ്. ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് മെയിൻലി സൗത്ത് ഇന്ത്യൻസ് ആണ് വച്ചിരിക്കുന്നത്. ഇന്നൊരു കമ്പനി വെളിയിൽ നിന്ന് വന്ന് പിടിക്കുന്നത് വളരെ പാട്. ഇഷ്കിൻ്റെ എം ഡിയും ടൈറ്റൻ്റെ പുതിയ എം ഡി ഡെസിഗ്നേറ്റും അജയ് ചാവ്ല എന്ത് പറഞ്ഞു എന്നാൽ, ഗോൾഡ് ജുവലറിയിലൊന്നും പ്രോബ്ലം ഇല്ല. മക്കളുടെ മുമ്പേ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ ഫെൻസിലാണ് ഇരുന്നത്. ഞങ്ങൾ ഫെൻസിലൊന്നും ഇരിക്കുന്നില്ല. ഏതോ വീഴുന്നത് പോലെ വീഴുന്ന കൂടെ ഹോക്കി എടുത്തിട്ട് ഓടി വരുന്നു. ഇഷ്ടത്തിന് ഗോൾഡ് വാങ്ങുന്നു. ഞങ്ങൾക്കിത് വളരെ സന്തോഷമെന്ന് പറയുന്നു. കാട്ടിലും ഇന്നൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇരിക്കുന്നു എന്ന് പറയുന്നു. എന്തിടാ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് ചോദിച്ചായിരുന്നു. ഒക്കെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഹസ്ബൻഡാ ഇല്ല. ഓൾഡ് റേറ്റിനെ കാണിച്ച് ഹസ്ബൻഡിനെ ഒരു ചവിട്ടുന്നു. പീസ കയ്യിലാണ് കൺട്രോൾ ഇപ്പോൾ ഇരിക്കുന്നു എന്ന് പറയുന്നു. വെച്ചാൽ ലേഡീസ് ഒന്ന് ജെൻസിനെ നോക്കി പറയുന്ന പോലെ, അന്നേ പറഞ്ഞല്ലേ നിൻ്റെ അടുത്ത് വാങ്ങിച്ചു വയ്ക്കാമെന്ന്. നമുക്ക് 14,000 രൂപ എത്തിയിരിക്കുന്നു. സോ ഇപ്പോൾ 50 രൂപ 100 രൂപ ഇറങ്ങിയാലും അതിൻ്റെ ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് ഡിപ്പിൽ അവർ വാങ്ങുന്നു. ട്രേഡർ വരുന്നു, അത് നോക്കുന്നു. ഇതിലൊക്കെ ബൈങ് ഓപ്പർച്യൂണിറ്റി പറയുന്നതില്ലല്ലോ എന്ന്. ഓൺ ഗോൾഡ് ഫണ്ട് വേൾഡ്സ് ലാർജസ്റ്റ് 6th ഫണ്ടായിരിക്കുന്നു. ആൽമോസ്റ്റ് അത് $9 ബില്യൺ ഫണ്ടാണ്. 6th ലാർജസ്റ്റ് ഗോൾഡ് ETF എന്ന് പറയുന്നു. പെട്ടെന്ന് നമ്മൾ ഈ എല്ലാ ഗോൾഡ് ETF-ലും ടോപ്പ് 10-ൽ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കാരണം ഗോൾഡിൻ്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടേയിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുന്നു. അപ്പം ഇതിന് മാത്രം ഇത് ഇഷ്ടപ്പെടത്തില്ല. എന്തെന്ന് വെച്ചാൽ അവർക്ക് ഡോളറിനെ കൊടുത്താണ് ഗോൾഡിനെ വാങ്ങണം. നിങ്ങൾ ഗോൾഡ് വാങ്ങാതിരുന്നെങ്കിൽ നിങ്ങളെ രൂപയുടെ മതിപ്പ് കാണാതെ പോവും. ഇതാണ് വലിയ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞ ഒരു IAS ഓഫീസർ കണ്ടുപിടിച്ചായിരുന്നു. എന്ത് നോക്കിയെന്ന് വെച്ചാൽ 25% വട്ടിയായി. ഇത് കാരണം സോവറിൻ ഗോൾഡ് ബോണ്ടിന് വേറെ വഴിയില്ല. ഗോൾഡിന് വേറെ എന്ത് റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നു എന്ന് നോക്കാം. HDFC ബാങ്കിനെ നോക്കി എല്ലാവരും പേടിക്കുന്നു എന്ന് എൻ്റെ അനിയൻ വിനോദ് പറയുന്നു. ആ ഒന്നും പേടിച്ച് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല. HDFCയിൽ ഡെപ്പോസിറ്റ് കിട്ടുന്നത് കഷ്ടമായിട്ടിരിക്കുന്നു. ക്രെഡിറ്റ് ടു ഡെപ്പോസിറ്റ് റേഷ്യോ, കാസാൻ ടു ഡെപ്പോസിറ്റ് റേഷ്യോ വളരെ കൂടുതലായിരിക്കുന്നു. ഇത് കാരണം അതിൽ പ്രഷർ ഇരിക്കുമെന്ന് പറഞ്ഞു. ഇത് കാരണം ഇന്ന് തന്നെ പ്രഷർ ഇരിക്കുമെന്നും ആവശ്യമില്ല. പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് 50% വരയ്ക്കും ഡ്രോപ്പ് ആകാം. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം എന്നാൽ മാർക്കറ്റ് തന്നെ ഭയങ്കരമായിട്ട് 30% വിളുവാണെങ്കിൽ ഇന്നും ഫാസ്റ്റായി വിളാൻ ചാൻസ് ഇരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. കൺസിഡർ ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് സേഫ് ബാങ്ക് തന്നെ, പക്ഷേ ഇന്നും അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബദലായിട്ട് നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കോ തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കോ കൺസിഡർ ചെയ്യാം. ഗോൾഡ് ആൻഡ് വെള്ളിയുടെ വില ഈ ആഴ്ചയിൽ ഒരുമാതിരി മുകളിലും താഴെ പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അമേരിക്കയിൽ ഒരുപാട് ഡേറ്റ എക്സ്പെക്റ്റഡ് ആണ്. അത് ഏറ്റവും എക്സ്ട്രീം ലിസ്റ്റായിരിക്കുന്നു. ഭയങ്കര ഡിസ്കൗണ്ടിലാണ് ലിസ്റ്റായിരിക്കുന്നു. വാല്യുവേഷൻ ഞാൻ ഇന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.